കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മിഥുന് കണ്ണീരോടെ വിട നൽകാൻ നാട് ഒരുങ്ങുകയാണ്. അവസാനമായി മകനെ ഒരു നോക്ക് കാണാൻ അമ്മ സുജ എത്തി. സംസ്കാരം അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ നടക്കും. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ്. വീട്ടിൽ നിന്ന് ശ്രീരാജ്, ഒരമ്മ തൻ്റെ കുടുംബത്തെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടി മക്കളെ അച്ഛനൊപ്പം ആക്കി വിദേശത്തേക്ക് പോയതാണ്. തിരിച്ചു വരുന്നത് ആ മകൻ്റെ ചേതനയറ്റ ശരീരം കാണാനാണ് എന്ന ഒരു ദുഃഖത്തിലാണ് ആ നാട് മുഴുവൻ. സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. രജീഷ്, 4 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങിനുള്ള സമയം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരക്കാണ് മിഥുൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിഥുന്റെ വീട്ടിൽ നിന്നും പ്രധാന വഴിയിലേക്ക് ഏകദേശം ഒരു 400 മീറ്ററിലധികം നീളമുണ്ട്. ആ ദൂരം അത്രയും ആളുകളുടെ നിരയാണ് മിഥുന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഈ വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ 4 മണിക്ക് തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ 4 മണിക്ക് തന്നെ ഈ അന്ത്യകർമ്മങ്ങൾ, സംസ്കാരമടക്കം നടത്താനുള്ള ഒരുക്കങ്ങളാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകൾ, അത് മിഥുന്റെ സുഹൃത്തുക്കൾ, സഹപാഠികൾ, നാട്ടുകാരടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ എത്തുന്നവർക്കെല്ലാം ഒരുപോലെ ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇവിടെ ഉള്ളത്. നേരത്തെ ഈ മിഥുന്റെ കൂടെ പഠിക്കുന്ന മിഥുന്റെ സ്കൂളിലെ കുട്ടികൾ ഇവിടെ അധ്യാപകരോടൊപ്പം എത്തിയിരുന്നു. അവർ മിഥുനെ കണ്ട ശേഷം തിരികെ ഇവിടെ നിന്നും പോകുന്ന കാഴ്ച അത് എല്ലാവർക്കും ഹൃദയഭേദകം തന്നെയായിരുന്നു. അത്തരത്തിൽ വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം അവർക്കും നിലനിൽക്കുന്നു എന്നതാണ് പറയാൻ കഴിയുന്നത്. കാരണം അവർ എല്ലാവരും തന്നെ, അത് ഈ മിഥുന്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളാകട്ടെ, മിഥുന്റെ വീടിനടുത്തുള്ള മിഥുന്റെ സുഹൃത്തുക്കളാകട്ടെ, കൂടെ കളിച്ചു വളർന്ന സുഹൃത്തുക്കളാകട്ടെ, എല്ലാവരും ഇവിടേക്ക് എത്തിയിരുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്ന ആ ആളുകളെ നിയന്ത്രിക്കാൻ വല്ലാതെ ശ്രീരാജിൻ്റെ ടെലിഫോൺ സംഭാഷണത്തിൽ ഒരു തകരാർ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ആ വീട്ടിലേക്ക് ഓരോ നിമിഷവും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തേവലക്കര സ്കൂളിലും നമ്മൾ കണ്ടത് സമാനമായ കാഴ്ചകളാണ്. മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അതിരാവിലെ മുതൽ ആ സ്കൂളിന് മുന്നിൽ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. സ്കൂളിലേക്ക് പൊതുദർശനത്തിനായി മൃതദേഹം എത്തിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ആ സ്കൂൾ മുഴുവൻ നിറഞ്ഞു കവിയുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അധ്യാപകരും സഹപാഠികളും നാട്ടുകാരുമെല്ലാം ആ സ്കൂളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. സമാനമാണിപ്പോൾ വീട്ടിലെയും അവസ്ഥ. അമ്മ സുജിയാകട്ടെ കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് എത്തുമ്പോൾ ആ വീട്ടുകാർക്കും എന്ത് മറുപടി ഈ അമ്മയോട് പറയും എന്ന് തന്നെയാണ് അവരും നോക്കി നിന്നത്. കാരണം ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ ഉറ്റവരെല്ലാം വലിയൊരു കണ്ണീർക്കടലാണ് ആ വീട്ടിൽ, വിളന്തറയിലെ വീട്ടിൽ നമുക്ക് കാണാനായത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച കുടുംബമാണ് മിഥുൻ്റേത്. ആ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമായാണ് അമ്മ 2 മക്കളെയും പിതാവിനും മുത്തശ്ശിക്കും ഏൽപ്പിച്ച് വിദേശത്തേക്ക് മാസങ്ങൾക്ക് മുൻപ് പോയത്. വളരെ മിടുക്കനായ വിദ്യാർത്ഥി, ഒരുപാട് പ്രിയപ്പെട്ട സഹപാഠി. എല്ലാവർക്കും പറയാനുള്ളത് മിഥുനെക്കുറിച്ച് നല്ലത് മാത്രമാണ്. കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചും NCCയിലൂടെ സൈനികനാകാൻ ആഗ്രഹിച്ചും ചിത്രം വരച്ചും ഒക്കെ ചുറ്റിലുള്ള ആളുകളുടെയൊക്കെ പ്രിയം പിടിച്ചു പറ്റിയ ഒരു 13 വയസ്സുകാരനാണ് അനാസ്ഥയുടെ പേരിൽ, പലരുടെയും അനാസ്ഥയുടെ പേരിൽ ജീവൻ നഷ്ടമായത്.
ശ്രീരാജ് ബാബു ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീരാജ്, നമുക്കറിയാം ആ അമ്മയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെയാണ് അവിടെ വരുന്ന ഓരോ ആളുകളും. അത് വിവിധ തലങ്ങളിലുള്ള ആളുകൾ ആ വീട്ടിലേക്ക് എത്തുകയാണ്. നേരത്തെ മന്ത്രിമാരൊക്കെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മകനെയാണ് നഷ്ടമായത് എന്ന് പറയുന്നത് പോലെ അത്രമാത്രം സ്നേഹത്തോടെ ആളുകൾ ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആ അമ്മയെയും മുത്തശ്ശിയെയും അച്ഛനെയും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെയാണ് ആ വീട് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇന്ന് ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച ആ അമ്മ ഇവിടെ എത്തിയതായിരുന്നു, ഈ വീട്ടിലേക്ക് എത്തിയതായിരുന്നു. 3 മാസങ്ങൾക്ക് മുൻപ് കുവൈത്തിലേക്ക് ജോലിക്ക് വേണ്ടി പോയ അമ്മ 3 മാസങ്ങൾക്കിപ്പുറം തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ അമ്മയുടെ മൂത്ത മകൻ മിഥുൻ 13 വയസ്സുകാരൻ, അവൻ ജീവനോടെ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് ഒരമ്മ എത്തുമ്പോഴുള്ള ആ സാഹചര്യം നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതിനു മുൻപ് മുത്തശ്ശി ആ അപകടം നടന്ന് മരണവിവരം അറിഞ്ഞ് ആ ദിവസം മുതൽ തന്നെ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള അമ്മയാണ്, പ്രായമായ അമ്മയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പുറമെ ഈ ദുഃഖം കൂടി താങ്ങാൻ കഴിയാതെ ഇന്ന് രാവിലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. അച്ഛൻ മുൻപ് തന്നെ നേരത്തെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു. സ്ഥിരമായി ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ എല്ലാവിധ വെല്ലുവിളികളെയും ജീവിതത്തിൽ എല്ലാവിധ വെല്ലുവിളികളും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു മിഥുൻ നയിച്ചിരുന്നത്. എങ്കിൽ പോലും എല്ലാ മേഖലകളിലും മിഥുൻ ഉണ്ടായിരുന്ന എല്ലാ മേഖലകളിലും ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനായാണ് മിഥുൻ ഇക്കാലം അത്രയും ജീവിച്ചിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ പഠനത്തിലായാലും കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂളിൽ മിഥുൻ ഒരു പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ എല്ലാ മേഖലകളിലും നിറസാന്നിധ്യമായിരുന്ന ഒരു 13 വയസ്സുകാരൻ അവന്റെ കളിക്കുന്ന ഇടങ്ങളിൽ മികച്ച കാൽപന്ത് കളിക്കാരനായിരുന്നുവെന്നും ഡിഫൻഡർ ആയിരുന്നുവെന്നും ഇന്ന് രാവിലെ അവന്റെ സുഹൃത്തുക്കൾ പറയുന്നു. അത്തരത്തിൽ എല്ലാ മേഖലകളിലും അവനുണ്ടായിരുന്ന എല്ലാ മേഖലകളിലും എല്ലാ ആളുകളുടെയും പ്രിയപ്പെട്ടവനായിരുന്ന ഒരു 13 വയസ്സുകാരനാണ് അനാസ്ഥയ്ക്ക് വില കൊടുക്കേണ്ടി വന്ന, അവന്റെ ജീവൻ ബലി കൊടുത്ത് ചേതനയെത്തിപ്പോൾ അവന്റെ വീട്ടിൽ ഉള്ളത്. അവന്റെ അമ്മ 3 മാസങ്ങൾക്ക് മുൻപ് വിദേശത്തേക്ക് പോയി ഒടുക്കം മകന്റെ മരണവിവരം അറിഞ്ഞ് തിരികെ വരേണ്ട ഒരു ദുരവസ്ഥ ആ അമ്മയ്ക്ക് ഉണ്ടായി. അത്തരത്തിൽ എല്ലാം കൊണ്ടും ഹൃദയഭേദകമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ വീട്ടിൽ നിലവിൽ ഉള്ളത്. ആ മകൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഒരു നാടൊന്നാകെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ. ആ വീട്ടിൽ നിന്നും ഏറെ ദൂരം, ഏകദേശം ഒരു
500 മീറ്ററിലധികം ദൂരം ഇത്തരത്തിൽ നീണ്ട നിരയാണ് ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ. എല്ലാ ആളുകൾക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ ശ്രമിക്കുമെന്ന് പറയുമ്പോഴും അത് എത്ര കണ്ട് പ്രാവർത്തികമാകുമെന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. 4 മണിക്ക് അവന്റെ സംസ്കാര ചടങ്ങുകൾക്ക് സമയം നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അത് എത്ര കണ്ട് അത് പൂർണ്ണാർത്ഥത്തിൽ എല്ലാവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നത് സംശയകരമാണ്. രാവിലെ ആശുപത്രിയിൽ നിന്നും ഈ സ്കൂളിലേക്ക് മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുവന്ന ഘട്ടത്തിലും ഇത്തരത്തിലായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നത്. വഴിയരികിൽ പലയിടങ്ങളിലും ഇവൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഒത്തുകൂടിയ ആളുകളുടെ തിരക്കായിരുന്നു. സ്കൂളിലെത്തിയപ്പോഴും ആ സാഹചര്യം വ്യത്യസ്തമായിരുന്നില്ല. നിരവധി ആളുകൾ ആ സ്കൂളിലേക്ക് ഒഴുകിയെത്തിയിരുന്നു ഇതിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. വീട്ടിലും സമാനമായ സാഹചര്യം, ഏറ്റവും ദുഃഖകരമായ സാഹചര്യം ഈ വീട്ടിൽ തന്നെയായിരുന്നു. അമ്മ ഈ വീട്ടിലേക്ക് എത്തിയ സാഹചര്യം ഏറ്റവും ദുഃഖകരമായിരുന്നു. ഉച്ചയോടുകൂടിയായിരുന്നു അമ്മ ഇവിടേക്ക് എത്തിയത്. അത്തരത്തിൽ ആ അമ്മ കൂടി ഇവിടെ എത്തിയപ്പോൾ ഈ കഴിഞ്ഞ അപകടം നടന്ന ആ ഘട്ടം മുതൽ അലമുറയിട്ട് കരഞ്ഞ അവന്റെ മുത്തശ്ശിയുടെയും അമ്മയുടെയും കാഴ്ചയായിരുന്നു ഈ ഇവിടേക്ക് എത്തുന്ന മുഴുവൻ ആളുകളുടെയും ഹൃദയഭേദകമായ ഒരു കാഴ്ച. അവരെ എല്ലാം തന്നെ കണ്ണീരിൽ ആഴ്ത്തിയ ഒരു കാഴ്ച ഇവരുടെയൊക്കെ ആയിരുന്നു. ഇതിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അവരെല്ലാവരും ഇത്തരത്തിൽ ദുഃഖിക്കുന്നത് മിഥുന്റെ ഈ സാഹചര്യങ്ങൾ കണ്ടാണ്, അത് തിരിച്ചറിഞ്ഞാണ്. എന്തായാലും ഇപ്പോൾ സമയം 3:30 4 മണിക്ക് അവന്റെ സംസ്കാര ചടങ്ങുകൾ നടത്താമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക്, മിഥുന്റെ വീട്ടിലേക്ക് മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, മിഥുൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാവർക്കും മിഥുനെ കാണാനും മിഥുൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകുമോ, അതിനുള്ള സമയമുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ പോലും പരമാവധി ആളുകളെ മിഥുനെ കാണിക്കാനും അതുപോലെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നടക്കം വലിയ രീതിയിലുള്ള തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണാർത്ഥത്തിൽ അത് ആകാത്ത സാഹചര്യമുണ്ട്. അത്രത്തോളം തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും നിരവധി ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഇതിനെ അവസാനമായി ഒരു നോക്ക് കാണാനും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. രാവിലെ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ, മിഥുന്റെ സഹപാഠികളടക്കം സ്കൂളിൽ പൊതുദർശനത്തിന് എത്തിയിരുന്നു. അവർ ഈ വീട്ടിലും മിഥുന്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിലും ഉച്ചയോടുകൂടി എത്തിയിരുന്നു മിഥുന്റെ സഹപാഠികൾ. മിഥുൻ ഇപ്പോൾ പഠിക്കുന്ന തേവലക്കര, അപകടം നടന്ന തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെയും അതുപോലെ തന്നെ തൊട്ടു മുൻപ് പഠിച്ചിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവർ ഈ വീട്ടിൽ എത്തിയപ്പോഴുണ്ടായ സാഹചര്യവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയഭേദകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വളരെ ചെറിയ കുട്ടികൾ, 12ഉം 13ഉം വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ, തങ്ങളുടെ കൂടെ പഠിച്ച ഒരു കുട്ടി ഇന്നലെ വരെയും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഒപ്പം ഇരുന്ന് പഠിച്ച, ഒപ്പം കളിച്ച, ചിരിച്ച ഒരു കുട്ടി ഇങ്ങനെ ചേതനയേറ്റ് കിടക്കുന്ന ശരീരം, ഒരുപക്ഷെ അതിൽ പലരും ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഒരു കാഴ്ച മുന്നിൽ കാണുന്നത്, ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. അത് പൂർണ്ണാർത്ഥത്തിൽ അത്ര കണ്ട് ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു ഇവർ ഈ വീട്ടിലേക്ക് ഈ കുട്ടികൾ എത്തിയപ്പോഴുണ്ടായിരുന്നത്. അവർ വീട്ടിൽ നിന്നും തിരികെ പോകുന്നത് എല്ലാവരും വിങ്ങി പൊട്ടി പോകുന്ന ഒരു സാഹചര്യം. അത്രത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്ര കണ്ടൊരു ദുഃഖത്തിലേക്ക് അവർ ചെന്നെത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടിയിരുന്നത്. 12ഉം 13ഉം വയസ്സുമുള്ള കുട്ടികളാണ്. അവരെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന അധ്യാപകരെ നാം കണ്ടു. അത്തരത്തിൽ എല്ലാം കൊണ്ടും ഒരു ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് നിലവിൽ ഈ വീട് കടന്നു പോകുന്നത്.